കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മൾ ലോത്തിൻ്റെ ജീവിതത്തെ ഒന്ന് പഠിക്കാൻ പരിശ്രമിക്കുകയായിരുന്നു ഈ ദിവസങ്ങളിൽ. അപ്പോൾ നമ്മൾ കണ്ടത് ലൗകികമായ കാഴ്ചപ്പാടാണ് ലോത്തിനുണ്ടായത്. ദൈവം വിളിച്ച അബ്രാഹത്തിന് ദൈവത്തിൻ്റെ വെളിപാടുള്ളത് കൊണ്ടും ദൈവസ്പർശനമുള്ളത് കൊണ്ടും തൻ്റെ സഹോദരൻ്റെ മകനോട് ഇഷ്ടമുള്ളത് എടുത്തോളാൻ പറഞ്ഞപ്പോൾ അവനത് തിരഞ്ഞെടുക്കുകയും ചെയ്തു. സമ്പൽ സമൃദ്ധിയുള്ള സ്ഥലം. ഇനി എന്ത് ചെയ്യുന്നു ലോത്ത്? അടുത്തത് ലോത്ത് യാത്ര തിരിക്കുകയാണ്. അവൻ ഇവിടുന്ന് വിട്ടുപോവുകയാണ്. അതായത് ബന്ധങ്ങളിൽ നിന്ന് അകന്നു പോവുകയാണ്, യാത്ര തിരിക്കുന്നു. അവൻ പോയി താമസിക്കുന്നത് സമതലങ്ങളിൽ, അതായത് നഗര കവാടങ്ങളിൽ, സമ്പൽ സമൃദ്ധിയുള്ള സ്ഥലത്ത്. ചില ബന്ധങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ ദൈവം അവരിൽ നിന്ന് അകന്നു മാറും എന്ന് ഓർക്കണം. പ്രിയമുള്ളവരെ, ചില യാത്രകൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അബ്രാഹാം ദൈവം വിളിച്ചപ്പോൾ ഒരു യാത്ര പുറപ്പെട്ടു. അവനിലൂടെ ലോകം മുഴുവനും ജനതകളെല്ലാം അനുഗ്രഹിക്കുന്നു. ഒരു യാത്രയുടെ പരിസമാപ്തിയിൽ നാം മനസ്സിലാക്കുകയാണ്, അബ്രാഹാം ഒരു ജനതയുടെ പിതാവായി, വിശ്വാസികളുടെ പിതാവായി മാറാൻ ഒരു യാത്ര ആവശ്യമായിരുന്നു. അടുത്തത് ഇസഹാക്ക് ഒരു യാത്രയിൽ പങ്കാളിയാകുന്നുണ്ട്. ഇസ്ഹാക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ അപ്പൻ്റെ കൂടെ അവനും സഞ്ചരിക്കുക തന്നെയായിരുന്നു. അടുത്തത് ഇസ്ഹാക്കിൻ്റെ മകൻ യാക്കോബ്, അവൻ തൻ്റെ ജീവിതത്തിൻ്റെ ചില സ്വാർത്ഥതകളിൽ നിന്ന് ആ മൂടുപടം പൊട്ടുവാൻ ദൈവം അവനെ ഒരു യാത്ര അയക്കുകയാണ് ലാബാൻ്റെ അടുത്തേക്ക്. പിന്നെ തിരിച്ചു വരുന്നത് ഒരു മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന സഹോദരനോട് നിലം പറ്റി വണങ്ങി ചോദിച്ചുകൊണ്ട് അങ്ങനെ വളർന്നു വരുന്ന ഒരു വലിയ മനുഷ്യനായിട്ട് മാറുകയാണ് യാക്കോബ്. അപ്പോൾ യാക്കോബിൻ്റെ ഒരു യാത്ര അനുഗ്രഹത്തിലേക്ക് പോവുകയാണ്. പിന്നെ നമ്മൾ യാത്രയെ വീണ്ടും കാണുന്നത് മോശയാണ്. മോശ ഭയന്ന് പേടിച്ച് അവൻ ഓടിപ്പോയി. 40 വർഷം അവൻ യാത്ര ചെയ്ത് മണലാരണ്യത്തിൽ നിന്ന് തിരിച്ചു വരുന്നൊരു പ്രവാചകനായിട്ടാണ്, ഒരു നേതാവായിട്ടാണ്. ഇനിയും യാത്രകൾ അങ്ങനെയുണ്ട് പ്രിയമുള്ളവരെ. ഈശോ ഒരു യാത്ര ചെയ്തിട്ടുണ്ട്. 40 ദിനരാത്രങ്ങൾ മണലാരണ്യത്തിൽ അവൻ യാത്ര ചെയ്തു. അവൻ അവിടെ താമസിച്ചു, അവൻ അവിടെ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ആത്മാവിൻ്റെ ശക്തിയോടെ തിരിച്ചു വരികയാണ്. അതുകൊണ്ട് നമ്മുടെ യാത്രകൾ ആത്മാവിൻ്റെ ശക്തിയാൽ തിരിച്ചു വരുവാനുള്ള യാത്രകളാണ്. ഒരിക്കലും ഒരു കുട്ടി എന്നോട് പറഞ്ഞു, ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി അച്ഛവോ, അതുകൊണ്ട് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് യൂറോപ്പിലേക്ക് പോകാൻ. യൂറോപ്പിലേക്ക് പോകുന്നവർ പഠിച്ച് അഭിഷേകത്തോടെ, അനുഗ്രഹത്തോടെ, കൃപയോടെ തിരിച്ചു വരുവാനായിട്ട് പോകുന്ന പോക്കാണോ? അതോ വീട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി, ശ്വാസം മുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള യാത്രയാണോ? അതിനുവേണ്ടി കളമൊരുക്കുന്ന മാതാപിതാക്കളെ, അതിനുവേണ്ടി വീടും എല്ലാം പണയം വയ്ക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളുടെ യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുക്കുമ്പോൾ ആ യാത്രയ്ക്ക് വേണ്ട ഭക്ഷണം നിങ്ങളുണ്ടായിരിക്കണം. മനോഹരമായിട്ട് നമ്മൾ യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, യാത്ര ദുഷ്കരമാണ്, അതുകൊണ്ട് നീ അപ്പം കരുതി വയ്ക്കുക. യാത്ര ദുഷ്കരമാണ്. ചുടുകല്ലിൽ ചുട്ടെടുത്ത ആ ഗോതമ്പപ്പം അവന് കൊടുത്തിട്ട് പറയാണ് യാത്ര ദുഷ്കരമാണ്. ആ യാത്രയിൽ അവന് ശക്തി കൊടുക്കുന്നത് ദൈവത്തിൻ്റെ അപ്പമാണ്. മക്കളെ, നമ്മൾ യാത്ര തിരിക്കുമ്പോൾ, നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ, നമ്മൾ ജോലിക്കായാലും പഠനത്തിനായാലും എവിടേക്ക് പോകുമ്പോഴും ബന്ധങ്ങളിൽ നിന്ന് വിട്ടുമാറരുത്. ഒന്ന് ദൈവമായുള്ള ബന്ധം, പിതാവുമായുള്ള ബന്ധം, അമ്മയുമായുള്ള ബന്ധം, ജീവിത പങ്കാളിയുമായുള്ള ബന്ധം, മക്കളുമായുള്ള ബന്ധം, ആത്യന്തികമായി സഭയുമായുള്ള ബന്ധം, കൂദാശകളുമായുള്ള ബന്ധം. ഇവിടെ ലോത്ത് യാത്ര തിരിച്ചു. ഒരു ബന്ധവുമില്ല, അവൻ ഒറ്റയ്ക്ക് തിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ യാത്രകൾ അനുഗ്രഹത്തിൻ്റെ യാത്രകളാകണം. ചിലവർ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞു പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയാതെ പോയവരും ജീവൻ അറ്റുപോയവരുടെയും ഒരുപാട് യാത്രകൾ പത്രത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട്. വിനോദത്തിന് പോയതാണ്, കളിക്കാൻ പോയതാണ്, കുളിക്കാൻ പോയതാണ്. യാത്രകളാണ്. അനുഗ്രഹത്തിൻ്റെ യാത്രകളായി മാറട്ടെ എല്ലാ യാത്രകളും. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ഒരുപാട് യാത്രയ്ക്കായി പോകുന്നവരാണ്.
ജോലിക്ക് പോകുന്നവർ, ഉല്ലാസത്തിന് പോകുന്നവർ, പഠിക്കാൻ പോകുന്നവർ, അങ്ങനെ ഒരുപാട് യാത്രകൾ പോകുന്നവരാണ്. ദൈവമേ, അനുഗ്രഹത്തിൻ്റെ യാത്രകളായി മാറട്ടെ. പിരിയുന്ന ബന്ധങ്ങൾ ആകാതിരിക്കട്ടെ. പിരിയുന്ന ബന്ധങ്ങൾ എല്ലാം മാറി അവിടെ കർത്താവെ ദൈവമായുള്ള ഒരു ബന്ധത്തിൻ്റെ ഒരു യാത്രയായി മാറട്ടെ. മാതാപിതാക്കളും കുടുംബമായുള്ള ബന്ധത്തിൻ്റെ യാത്രയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. ഈ യാത്രയിൽ നീ വഴി തെളിക്കൂ, വീഴാതെ വെളിച്ചമേകൂ, വീഴാതെ വെളിച്ചമേകൂ. ഒരു നുള്ളു സ്നേഹം തരുമോ, ഒരു മാത്ര എന്നെ തൊടുമോ. കണ്ണീരെല്ലാം കാണിക്കയാക്കി നിൻ മുന്നിൽ നിൽക്കുന്നു ഞാൻ. നിന്റെ സ്നേഹം അലിവോടെ നീ എന്നുള്ളിൽ ചൊരിയണമേ. ഒരു നുള്ളു സ്നേഹം തരുമോ, ഒരു മാത്ര എന്നെ തൊടുമോ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.